എന്താ തോന്നുന്നുണ്ടാവും അല്ലേ? ചായ വയ്ക്കുക ഇത്രയും വലിയ പാത്രത്തിലോ? സുകന്യ ഈ പാത്രത്തിൽ വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനെന്നാ വിചാരിച്ചു തന്നെ ആവട്ടെ എന്ന്. എൻ്റെ അമ്മൂൻ്റെ പണി നോക്കി നോക്ക്. ഇനി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അല്ലേ? എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കിയതാണ്ടോ, കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ചപ്പാത്തിക്ക് അവൾ കുഴച്ച് വെച്ചതാണ്. നടില്ലേ നല്ല മയത്തിൽ അവൾ കുഴച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അച്ചു ഇത് ഫ്രിഡ്ജിക്ക് എടുത്തേക്ക്. ഞാൻ കുറച്ച് നേരം കിടക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് വാ. അപ്പയ്ക്കും അമ്മു ചപ്പാത്തി കുഴച്ച് അത് പരത്തി അവൾ ചുട്ടിട്ട് അവൾ കഴിച്ച് അതെന്താ അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചാണ്. അപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു ഒന്നുമില്ല കേട്ടോ ചായക്ക് കടി. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയില്ലേ, ഇതിൽ കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണം. നീ കഴിക്കില്ല? നമുക്ക് ചപ്പാത്തി മതി. പാല് അച്ചുട്ടിയേ ഇതാണ്ട് കൊണ്ടേക്ക്. നമ്മുടെ പൊന്നല്ലേ, നമ്മുടെ മൊത്തല്ലേ. അടുത്ത വീടത്തെ കുട്ടിയാണ് എൻ്റെ പൊന്ന്. അമ്മുവോ അമ്മുവോ അമ്മോ സാരി എടുത്തേട്ടാ. ഇന്ന് ചിക്കൻ കറിയാണേ. ചിക്കൻ കറി ഉപ്പേരി ഉണ്ട് കേട്ടോ. നമ്മളിത് തോനെ പഞ്ചസാര ഇടുന്ന പക്ഷെ തോന്നില്ല കേട്ടോ. നമ്മള് എന്താ 13 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു. കൊരണ്ടി ഒരു നൂഡിൽസ് എന്റെ വെള്ളം തേങ്ങ വെള്ളം കുടിച്ച ചന്തം വരും ഇത്ര അച്ചു. അമ്മയ്ക്ക് തരില്ല. അത് നോക്കേട്ടാ പറയണത്. എന്തോ ഒരു കുശുമ്പത്തികളാ അവര്. ആകല്ലേ ഈ ഒരു തേങ്ങയ്ക്ക് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി തേങ്ങ നമ്മൾ എടുക്കുള്ളൂ. ബാക്കി അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാലോ വിചാരിച്ചു. അച്ഛത് നോക്കൂ, നീ തിളച്ചൊന്ന് ഓഫാക്കുമോ? എന്താണ്ടി പിന്നെ എനിക്ക് ചപ്പാത്തിയോട് അത്ര വലിയ പിടുത്തല്ല കേട്ടോ. ഇല്ലെങ്കിൽ ചപ്പാത്തിയില്ലേ, ചപ്പാത്തി മാവിൽ നമ്മൾ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു. മക്കൾക്ക് ഇനി വരുമ്പോൾ ചിക്കൻ കറി അല്ലേ, അപ്പം അത് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അത് വൈകുന്നേരത്ത് നൂൽപുട്ട് ഉണ്ടാക്കണമെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കാമായിരുന്നു. നൂൽപുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണം. നൂൽപുട്ട് ഉണ്ടാക്കാം. കുറേ ദിവസമായി നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് അല്ലേ. ഇത്രയും മതി കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നല്ല പിശുക്കലാണ്. എങ്ങനെ നമ്മളെപ്പോലുള്ളവരൊക്കെ സാധാരണക്കാർ കഴിഞ്ഞു കൂടുകയെന്നറിയില്ല. അപ്പോൾ എല്ലാറ്റിനും വില കൂടി. എല്ലാറ്റിനും മക്കൾക്ക് എന്തെങ്കിലും കത്തിച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കറിയോ? അവർക്കതറിയില്ല. അവർക്കപ്പല്ലേ അപ്പോൾ ഒന്നും കൂടിയാണ് അവർക്ക്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില? എന്നാലും വേണ്ടില്ല എന്തെങ്കിലും വെളിച്ചെണ്ണയില്ല. എന്തടീ ചിരിക്കണ നോക്കിയൊക്കെ അമ്മു. നമ്മളിതിൽ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പുറത്തുണ്ട് അതെ വയ്യ. നിൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് പാലക്കാട് പുതുശ്ശേരി മൊത്തം കണ്ടിട്ട് വേണം അല്ലേ? പുതുശ്ശേരി അപ്പം അച്ചു വന്നിട്ടില്ല അല്ലേ? ഞാൻ വന്നിട്ടുണ്ട് മറ്റേ വളടലിന്. ഇവരൊക്കെ വന്നിട്ടുണ്ടേ, അവർക്ക് ഓർമ്മയില്ല. ഇനി അഹല്യമേമയുടെ അല്ലേ ഏട്ടൻ്റെ കല്യാണം ഉണ്ട്. ജനുവരിയിലോ ഫെബ്രുവരിയിലോ? ഫെബ്രുവരി 1-ന്. എനിക്ക് വയ്യ. അത് ഏപ്രിൽ 1-നാണ് വെച്ചാൽ ഒന്നും കൂടി രസമായിരുന്നു കേട്ടോ. എന്താ ഇതൊക്കെ ഒരു പഴയ പലഹാരമാണ്, പക്ഷെ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. അനിയേട്ടനേ ദിവസം പറയും കേട്ടോ, വൈകുന്നേരത്ത് ചപ്പാത്തി കഴിച്ചാൽ മതി, വൈകുന്നേരത്ത് ചപ്പാത്തി കഴിച്ചാൽ മതി, ചോറിങ്ങനെ കഴിക്കണ്ടെന്ന് പറയും കേട്ടോ. എല്ലാവരോടും പറയും. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ചോറ് നമ്മുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ചോറുള്ളപ്പോൾ പിന്നെ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കില്ല. ഇനി പാവം അനിയേട്ടന് ചപ്പാത്തി ഇപ്പം തന്നെ അനിയേട്ടൻ പറ്റ ക്ഷീണിച്ചേക്കണം. ഇനി ചപ്പാത്തിയും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പറയണോ അല്ലേ അച്ചു? കണ്ടോ ആശീർവാദത്തിൻ്റെയൊക്കെ പൊടി ഭയങ്കര ഇതാ. മേമ
കാണിക്ക്. ഡാൻസ് ഒക്കെ കളിച്ചിട്ടാ വരുന്നത്. നിനക്ക് വേണോടി ഇത്? ഇവർക്ക് ആർക്കും വേണ്ട അത്രേ. നിനക്കും വേണ്ട? ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ചു നേരം കടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പയ്ക്കും എന്താ അമ്മേനെ എന്താ കാണാത്ത വിചാരിക്കില്ലേ? അമ്മ തുണി അടിക്കാൻ കൊടുക്കാൻ പോയിക്കാണ് കേട്ടോ. എനിക്ക് 2 നൈറ്റി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അമ്മയ്ക്ക് ഓണത്തിന് എല്ലാവരും തുണി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, നൈറ്റിയൊക്കെ. ഞാൻ എടുത്ത് കൊടുത്തില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുമ്പ് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തു. ഓണത്തിന് ഞാൻ സാരി മാത്രമേ വാങ്ങിക്കൊടുത്തുള്ളൂ. അപ്പോൾ അനിയന്മാരും പെങ്ങളും സുകന്യയും ഒക്കെ വാങ്ങിയതുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്താ മുഷിക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുത്താൽ മതിയല്ലോ. ഞാൻ അതിൻ്റെ ഓണത്തിൻ്റെ മുമ്പിലടി വാങ്ങിയത്. അപ്പോൾ ഞാൻ കർക്കിടകത്തിൻ്റെ ഇതാക്കണ്ടോ ഇങ്ങനെ ആക്കി. ആഗസ്റ്റ് 15 ഞാൻ അങ്ങനെ വാങ്ങി തന്നില്ലേ. ചായ ആയോ? ഒന്ന് നിർത്തുവോ? എന്താ ഒരു സോദനം കാണില്ല എൻ്റെ കണ്ണിൽ. അതിൽ മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മധുരം ഇടണ്ട. ഓ, ഞാൻ എൻ്റെ പണികൾ വൃത്തിയായി ചിട്ടയോട് കൂടി ഞാൻ ചെയ്തു. ഇനി നമ്മൾ അപ്പോൾ നേന്ത്രപ്പഴം കിടക്കുന്നുണ്ട്. ഇട്ടാലോ മുറിച്ചിട്ട്? വേണ്ട വേണ്ട. എന്താണെന്നറിയോ, രാവിലെ ഓരോരുത്തരെ പോകുമ്പോൾ കഴിച്ചിട്ട് പോണതാണ് കേട്ടോ. ഞാനൊന്നും കഴിക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ പോക്ക് നിർത്തി പറയില്ലേ. ഞാൻ പോകണം കുറച്ച്. എൻ്റെ പല്ലുവേദനയുടെ ഒക്കെ ഒന്ന് ശരിയാവട്ടെ. അച്ഛമ്മ പല്ല് വേദനിച്ചിട്ട് അച്ഛമ്മ പറയണോ, അവോ എനിക്ക് പല്ല് വേദനിച്ചിട്ട് വയ്യേ, എനിക്കൊരു പൂതിയില്ലേന്ന്. ഞാൻ ഈ പല്ല് വേദന സഹിച്ചിട്ടാണ് ഞാനിത് നിൽക്കുന്നത്. ഇതാ നമ്മുടെ എണ്ണ പരട്ടുന്ന സാധനം എന്തെന്നറിയോ? അടിപൊളി വാഴയുടെ തണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരേപോലെ കുറച്ച് ആൾക്കാരുണ്ട് പറയുക വെച്ചാൽ മക്കൾക്കില്ലേ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ ഇതാ കണ്ടോ, ഇത് ഗ്യാസ് ഒന്ന് കമ്മിയാക്കണം കേട്ടോ. നല്ല പുകഞ്ഞ് വരുമ്പോൾ ഒന്ന് കമ്മിയാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കുടിച്ചോ. അല്ലാണ്ടാക്കി കഴിഞ്ഞാൽ കയ്യിനൊരു പണി കിട്ടും. ഇത് എൻ്റെ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കി ഇങ്ങനെ തരുന്നത്. പക്ഷെ ദോശക്കല്ലിൽ ഗോതമ്പ് പൊടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലേ കുറച്ച് വെള്ളം ആക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കട്ടെ കേട്ടോ. സുകന്യെ കണ്ടോ, പാവൻ്റെ സുകന്യ. ഇന്നലെ അനിയേട്ടനെ വീഡിയോ ഇട്ടപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അനിയേട്ടൻ്റെ വീഡിയോ അങ്ങനത്തെ പ്രതീക്ഷിക്കണം പറഞ്ഞില്ലേ. പറഞ്ഞു നോക്കാം കേട്ടോ വീഡിയോ എടുക്കാനുള്ളത്. അനിയേട്ടാ വീഡിയോ എടുക്ക് എന്നുള്ളത്. എന്തായാലും കുറേ ആൾക്കാർക്ക് എന്നോട് സുകന്യ നല്ല ദേഷ്യമുണ്ട്. എനിക്കറിയില്ല ഞാൻ അവരെന്താ ചെയ്തെന്നുള്ളത്. അവർ അനിയേട്ടനെയും സുകന്യനെയും പറയുന്നു. ഞാനൊന്നിനും പോലില്ല. ശരിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയാമെന്നല്ലാതെ എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമല്ലോ സുകന്യെ? സുകന്യ അനിയേട്ടനായതുകൊണ്ട് പ്രസി വർത്താനം പറഞ്ഞ് വെറുപ്പിക്കുക അത്രേ. ഞാൻ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ലേ. കാരണം ഞാൻ വെറുപ്പിക്കാതെ ഇവരാരും വരുന്നതിൻ്റെ മുമ്പേ നമ്മളല്ലേ വീഡിയോ എടുത്തിരുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ ദേഷ്യം കാണിക്കാൻ ഞാൻ നിങ്ങളോ എന്താണ് കൂട്ടരേ ചെയ്ത് എനിക്കറിയില്ല. എന്താ സുകന്യ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ സുകന്യക്ക് എന്നോട് എത്രയൊക്കെ ദേഷ്യം തോന്നണം. എന്താ നിനക്ക് എന്നോട് ദേഷ്യം തോന്നാത്തത്? ഞങ്ങളൊരു വീട്ടിൽ ഞാൻ സുകന്യ അമ്മയൊക്കെ അല്ലേ താമസിക്കുന്നത്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ പെണ്ണേ? ഞാൻ വീഴാൻ പോയി ഒരു ഓളത്തിൽ പോയി പിടിച്ചതാണ് മേമേനെ. അല്ല ഓരോരുത്തർ പറയുമ്പോൾ എനിക്കിങ്ങനെ ചിരി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുമില്ല അറിയൂല എന്നാലും തന്നെ ഇതാ കണ്ടോ. പിന്നെ ഇങ്ങനെ മറിച്ചിടുക കേട്ടോ. അല്ല ഇതാണ് ആൾക്കാർ പറയുന്നത്. ഒരു കാര്യം എങ്ങനെയെന്നറിയോ, ആരും അറിയാതെയാണ് ഓരോരുത്തരെ കുറ്റങ്ങൾ പറയുക എന്ന് പറയില്ലേ, അത് ഏകദേശം ശരിയാണ് കേട്ടോ. നമ്മൾ എത്ര നല്ലത് ചെയ്താലും അവരുടെ കണ്ണിൽ ആ നന്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്നെ ഇവർക്കറിയാം. അങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ളവർക്കല്ലേ
എന്നോട് അധികം ദേഷ്യം ഉണ്ടാവുക. പിന്നെ പണ്ടത്തെ പോലെ സഹനശക്തിയോടെ സഹിച്ച് നിൽക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള സമയമല്ലേ. പിന്നെ പണ്ടത്തെ പോലെ ആരുടെയും അടിമയാവേണ്ട ആവശ്യമില്ല. യേസു കണക്കിൻ്റെ അടിമയാണോ? എന്നെ ഇതെപ്പോഴും കൂടി ഇങ്ങനെ നുള്ളിയുള്ളൂ. ഇതാ ഇത്ര കണ്ടോ, ഇങ്ങനെ ആക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവർ കുറച്ച് മാവ് എടുത്തിട്ട് എന്താ ചെയ്തേക്കണെന്ന്. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടേ. പൊന്നൂന് വേണോ പാപ്പാ? ഇതാ അമ്മ കൊടുക്ക്, കുട്ടിക്ക് കൊടുക്ക്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ചെറിയ കുട്ടികൾ മറ്റവർ ഇനി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ അപ്പം അങ്ങനെ എന്താ കിച്ചു ട്യൂഷന് പോവാതെ വരുന്നേ? ട്യൂഷന് പോ. എന്താ വേണ്ടോ? നന്നി ചായ കുടിച്ചത് വേഗം വേഗം. എവിടെ നോക്കട്ടെ? ഒരു തലവേനയില്ല, ഒരു തലവേനയില്ല. ഒരു കുഞ്ഞാച്ച കടവാട്ടിൽ വന്നിക്കണോ? അതിന് ഇവിടെ നടന്നിട്ട് വന്ന് എടി ചായ കൊടുക്ക് കുട്ടികൾക്ക്. ചായ കൊടുക്ക്, ചായ കൊടുക്ക്, അവർക്ക് ചായ കൊടുക്ക്. എന്നിട്ട് ചായ കുടിച്ചിട്ട് പൊക്കോട്ടെ. കൈ കഴുകിയിട്ട് വരുന്ന കൈയും കാലൊക്കെ. നീ ട്യൂഷന് പോയിട്ട് 6:30 വരിക. കിച്ചുവിന്റെ ഫാൻ്റെ എന്താടാ ലൂസ്. അപ്പം അവൻ വന്ന അവൻ്റെ ചായ കുടിച്ചിട്ട് പൊക്കോട്ടെ. എന്നാ ഇത് കഴിച്ചോളി. എന്താ ഒരപ്പം കഴിച്ചോ കുഞ്ഞാ? കഴിക്കൂ കുഞ്ഞു, ഇത് മധുരമുള്ളതാ ഉണ്ണി. എന്നാ നമ്മുടെ കുട്ടി എന്താടി വിനോദട്ട അന്വേഷിച്ചു നിങ്ങളെ പറഞ്ഞപ്പോ എന്നെ കുഞ്ഞാ കഴിക്കുക. അത് താഴത്ത് കഴിക്കുക. മധുരമുള്ളതാണേ, തേങ്ങയുണ്ടേ, കഴിച്ചു നോക്ക്. വന്നിട്ട് നീ കുളിച്ചിട്ട് മേലെ കഴിയിട്ട് കഴിക്ക. വാ കുഞ്ഞാ, നമ്മുടെ കുട്ടി വാ, അന്ന് കഴിക്ക്. ഇങ്ങനത്തെയൊക്കെ പലഹാരമായിരിക്കും കേട്ടോ അധികം ഉണ്ടാവുക. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഇത് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ചിലപ്പോൾ അമ്മ കഴിക്കും. അതുപോലെ ഇവിടെ അച്ഛനും നല്ല ഇഷ്ടമായിരുന്നു. അച്ഛമ്മ മുനീർ താത്താൻ്റെ കൂടെ പോയി എന്താ തുണി അടിക്കാൻ കൊടുത്തിട്ടേ. സോനിയ സതിയേട്ടന് ചായ കൊടുക്കടി. പോയോ? ദാ കണ്ടോ നമ്മുടെ അപ്പം റെഡിയായി. ഇത് വാഴയിലും കൂടി വെച്ചിട്ടൊക്കെയെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവും കേട്ടോ. സോനി കഴിച്ചോക്ക്. ആ അച്ചു അതിനേക്കാട്ടിലും വിളവത്തിയാണ് കേട്ടോ. അച്ചുവിനോട് ഇപ്പല്ലേ ഇവിടെ ഇരിക്കുന്ന ചൂലെടുത്തിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കടി അച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യ. അമ്മു അതിനേക്കാട്ടിലാണ്. അമ്മു എന്നോട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിലാണ് കേട്ടോ. അതെന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മൂനില്ലേ വലിയ മൂത്ത കുട്ടിയല്ലേ ഇവിടുത്തെ. അപ്പം അമ്മൂനെ ഇവരെന്തെങ്കിലും ചീത്ത ചെയ്താലും അമ്മൂനെ ചീത്ത പറയുമ്പോൾ ഇന്നെ ചീത്ത പറയുന്നത് കണ്ടില്ലേ, ഇന്നെ വെറുതെ കിട്ടിയതല്ലേ എല്ലാവരും ഇന്നെ സംശയം ഇട്ടത്. തവിട് കൊടുത്തിട്ട് വാങ്ങിയതൊന്നല്ല മുട്ടി. നല്ല പോലെ സ്വർണ്ണമല്ല ഡയമണ്ടും അല്ല, നിധിയാണ് നിധി. അങ്ങനെയൊന്നും പറയണ്ട. ദേഷ്യം വരുമ്പോൾ ഏത് അച്ഛനമ്മമാരും ചീത്ത പറയും മക്കളെ. ആരും തവിട് കൊടുത്ത് വാങ്ങിയതല്ല, ആരും തവിട് കൊടുത്ത് വാങ്ങിയതല്ല. ദൈവം തന്ന നിധികളാണ്. എന്താ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവൂലേ? ഞാനും അമ്മൂല്ലേ അധിക സമയം എന്തെങ്കിലും പറഞ്ഞ് തെറ്റും. എന്താണ് അതിന്റെ കുട്ടൻസ് പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഞങ്ങള് രണ്ടുപേരും ഒരു നാളാണ് കേട്ടോ, അത്ര നാള്. പക്ഷെ എന്താ ഞാനും അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കും പറ്റില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കും പറ്റില്ല. എന്താണ് അതിന്റെ രോഗിയോ?
അതേപോലെയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഞാനും ഏത് സമയവും. പക്ഷെ കല്യാണം കഴിഞ്ഞ് ആർക്ക് കുഞ്ഞു പോ ട്യൂഷന് പോ. നീ നേരത്തെ പറഞ്ഞ മറ്റേ കണക്ക് സ്കൂളിലാണല്ലോ. തള്ളുവണ്ടി കേട്ടോ ഇങ്ങനെ വട്ടത്തിലായി കിട്ടാനാണ് ഒരു പണി. കണ്ടോ? ഓ എന്താ സോനി അങ്ങനെ ട്രീ മധുരല്ലേ? അപ്പോൾ എന്താണെന്നറിയില്ല, ഞാനും ചെറുതാവുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മ പറയുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ. പക്ഷെ എന്നെ തല്ലിയിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും വായം കൊണ്ട് പറയും അമ്മൂനോട് തുണികളെ. എനിക്ക് പറഞ്ഞതില്ലേ, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്ക് അനുസരിച്ചിട്ടില്ലെങ്കിൽ, മക്കളെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ അങ്ങനെ ചിന്തിക്കും, നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സ്വഭാവം പഠിച്ചാലല്ലേ വേറെ എവിടെ പോയാലും അവർ നല്ല സ്വഭാവത്തിൽ വളരുള്ളൂ എന്നുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പോൾ ചീത്ത പറയരുതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിയന്ത്രണം ചില സമയത്ത് വിട്ടുപോവുകയാണേ. ആകെയുള്ള ഇപ്പോഴത്തെ പ്രശ്നം എല്ലാ മക്കളുടെയും ഉള്ള പ്രശ്നം എന്തായിരിക്കും അറിയോ? ഫോണ്. ഈ ഫോണാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല അമ്മോ അറിയില്ല. അമ്മു ഇല്ലേ? അറിയില്ല. അമ്മൂട്ടിക്ക് എന്താ പഠിക്കാനുണ്ടാവും, വർക്കുകൾ എഴുതാണ്ടാവും. എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും ഫോണ് ചോദിച്ചു കഴിഞ്ഞ് വെച്ചാൽ അവൾ അപ്പോൾ അത്ര നേരം ചിലപ്പോൾ എഴുതുന്നതിൻ്റെ ഇടയിൽ കുട്ടി എന്ത് കാട്ടുന്നറിയോ? എഴുതാച്ചാ എഴുതും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം വീഡിയോ കാണും. ഈ വീഡിയോ കാണുന്ന സമയം മാത്രമായിരിക്കും ഞാൻ പോയി നോക്കുമ്പോൾ അവൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണില്ല. അതായത് എൻ്റെ തെറ്റായിരിക്കും, നമ്മൾ അംഗീകരിക്കണമല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും ചീത്ത പറയും കേട്ടോ. അത് അമ്മൂനെ മാത്രമല്ല അച്ഛന് അധികം ചീത്ത അറിയാം. എന്തിനാണെന്നറിയോ? പണി എടുക്കാത്തതിനില്ല, അച്ഛൻ്റെ തലയിൽ പേ നോക്കി എടുക്കാത്തതിന്. അത് അച്ഛൻ വളർത്തുന്ന ഒരു സംഭവം ആയതുകൊണ്ട് കണ്ടോ, ഗിന്നസ് റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ട് അച്ഛൻ വേണ്ട പുതിയ വീട്ടിക്ക് ഒരു ഗിന്നസ് റെക്കോർഡും കൂടി വേണം. അത് ഒന്നും കൂടി മറിച്ചിട്. ഇതിന്റെ അടിയിലൊരു നമ്മുടെ സംഭവമായിട്ടോ. സൂന്യെ ഐശ്വര്യായിട്ട് ചായ താടി പെണ്ണേ. ഇതിങ്ങനെ എടുക്കാൻ മുട്ടി കണ്ടോ? അങ്ങനെ കട്ടിയ പാടുള്ളൂ. കണ്ടില്ലേ? എത്ര ചപ്പാത്തി വെച്ചു? എന്നാൽ നീ 2 എണ്ണം. എൻ്റെ പൊന്നമ്മയല്ലേ, അമ്മയ്ക്ക് 2 എണ്ണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു 2 എണ്ണം ഞാൻ അച്ചു എടുത്തുന്നത്. എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാ. അമ്മയ്ക്ക് എൻ്റെ എടുത്തു വെച്ചത്, എൻ്റെ ബാക്കി എന്താ കണ്ടോ? നോക്കത് മക്കളോട് ഈ സമയത്തൊക്കെ തന്നെയാണല്ലേ നമുക്ക് കളിച്ചും ചിരിച്ചും ചോറി. ചായ കുടിക്കല്ലേടി വേണേ? ചായ വേണ്ട. അമ്മു എന്താ സ്കൂളിൽ പോവാണ്ട് ഇവിടെ ഇരിക്കണെന്ന് ചോദിച്ചു നോക്ക്. എന്താന്നറിയോ അമ്മു എന്താന്ന് ക്ലാസ് പോവാത്ത? അതെന്താ ശാസ്ത്രമേള. അപ്പൊ ഇത് നിങ്ങൾ ഉണ്ടാക്കണതായിരിക്കും. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് കുട്ടികൾക്ക് 4 മണിക്കടിക്കൊക്കെ അടിപൊളിയാണേ. അപ്പോൾ നമ്മളില്ലേ വീഡിയോ നിർത്തുക കേട്ടോ. മനല്ലേ കുറച്ച് കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ ചെയ്ത് നോക്കട്ടെ. നാളെ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം.